രാജു, കുഴപ്പമൊന്നുമില്ലല്ലോ? ഏയ്, കുഴപ്പമൊന്നുമില്ല സാർ. അച്ഛാ, വേദനയൊന്നുമില്ലെന്ന് രാജു ചുമ്മാ പറയുന്നതാ. ചെറിയ പൊള്ളലുള്ള എനിക്ക് തന്നെ നല്ല പെയിനുണ്ട്. ഒന്ന് മാറിക്കേ. ഡോക്ടർ, ഈ കുട്ടിക്കാണ് കൂടുതൽ പൊള്ളലേറ്റത്. ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്ന കുട്ടിയാണ്. ഞാൻ നോക്കട്ടെ. ഡോക്ടർ, എന്നെക്കാളും കൂടുതൽ പൊള്ളലേറ്റത് രാജുവിന്. ഡോക്ടർ ആദ്യം രാജുവിനെ ഒന്ന് നോക്ക്. ഞാൻ നോക്കാം. നല്ല റെസ്റ്റ് വേണം. ഞാൻ കുറച്ച് ടാബ്ലറ്റ്സ് ഓയിന്റ്മെന്റ് എഴുതി തരാം, അത് വാങ്ങണം. പ്രിസ്ക്രിപ്ഷൻ തന്നാ മതി. താങ്ക് യു ഡോക്ടർ. ശരി. തുടരെ തുടരെ ഋതികയ്ക്ക് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഉടനെ തന്നെ ഋതികയുടെ ജാതകം എടുത്ത് നോക്കണം. ഞാൻ ഇതുവരെ അതൊന്നും ശ്രദ്ധിച്ചിട്ടില്ല. ഇനി അങ്ങോട്ട് എന്റെ മകളുടെ കാര്യത്തിൽ എനിക്ക് ശ്രദ്ധ വേണം. മോളെ, മാഡത്തിന് എന്തെങ്കിലും പറ്റിയോ? ഇല്ല സാർ, മാഡത്തിന് കാര്യമായ കുഴപ്പമൊന്നുമില്ല. പേടിക്കാനൊന്നുമില്ല സാർ. അപകടത്തിൽപ്പെട്ട ഋതികയെ രാജു ഒരുപാട് റിസ്ക് എടുത്താ രക്ഷപ്പെടുത്തിയെ. അതിന് നിങ്ങളോടൊരു നന്ദി വാക്ക് പറയാനും കൂടിയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അതുപോലെ തന്നെ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. രാജു സ്വന്തം ജീവൻ പോലും നോക്കാതെ ഋതിയെ രക്ഷപ്പെടുത്താൻ തീയിലേക്ക് എടുത്ത് ചാടിയത്. നിങ്ങളുടെ മകന്റെ ശരീരത്തിൽ വന്ന പൊള്ളലുകൾ എന്റെ മകള് കാരണമായിരുന്നല്ലോ. ഏതൊരു അച്ഛനും അമ്മയ്ക്ക് ഇത് കാണുമ്പോ വേദന ഉണ്ടാവുന്ന എനിക്ക് നന്നായിട്ടറിയാം. നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. അയ്യോ സാർ. വർമ്മ സാറേ, ഇങ്ങനെ വലിയ വാക്കുകൾ പറഞ്ഞ് ഞങ്ങളെ കൊച്ചാക്കല്ലേ. എന്തായാലും കുട്ടികൾക്കൊന്നും പറ്റിയില്ലല്ലോ, ഞങ്ങൾക്കത് മതി. ദൈവത്തിന്റെ അനുഗ്രഹം, അല്ലാതെ എന്തു പറയാനാ. അല്ലെങ്കിലും നിങ്ങൾക്ക് ആർക്കും അല്ലല്ലോ പൊള്ളിയത്, എന്റെ രാജുവിനല്ലേ. ആർക്ക് വേണ്ടി രാജു എന്ത് ചെയ്താലും, രാജുവിന് എന്ത് ആപത്ത് സംഭവിച്ചാലും നിങ്ങൾക്കാർക്കും ഒരു കുഴപ്പമുണ്ടാവില്ല. അതങ്ങനെയാണല്ലോ. എല്ലാവർക്കും വേണ്ടി ജീവിച്ച് സ്വന്തം ജീവിതവും ആരോഗ്യം കളഞ്ഞോണ്ടിരിക്കുകയല്ലേ. അപ്പൊ നിങ്ങൾക്കാർക്കും ഒന്നും നോവില്ല. ഇതൊക്കെ കാണുമ്പോഴേ എനിക്ക് കുറച്ച് വിഷമമുണ്ട്. രാജുവിന് പൊള്ളുമ്പോ നിങ്ങൾക്കാർക്കും പൊള്ളില്ലെങ്കിലും എനിക്ക് പൊള്ളും, നന്നായിട്ട് പൊള്ളും. ഇതെന്ത് കോലമാണ് വർമ്മ സാറേ. സാറിന്റെ പി എ അല്ലേ, അല്ലാതെ ബോഡി ഗാർഡൊന്നും അല്ലല്ലോ. കുറച്ച് കാലം ഇത് തുടങ്ങിയിട്ട് വർമ്മ സാറിന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി സാറിന്റെ വീട്ടിൽ വെച്ച് ഇലക്ട്രിക് ഷോക്ക് രാജുവിനേറ്റത് നിങ്ങൾ ആരും മറന്നിട്ടില്ലല്ലോ. മതിയാക്ക്. അന്ന്
അന്ന് രാജുവിന് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ മന്ത്രിക്ക് വേണ്ടി വീരസാഹസം ചെയ്ത് ത്യാഗം സഹിച്ച് മരിച്ച ഒരാളുടെ ഫ്ലെക്സ് ഒട്ടിച്ച് നിങ്ങൾ പാർട്ടിക്കാരെല്ലാരും കൂടെ ഒരു വിലാപയാത്ര നടത്തും. നീ എന്തിനാ അവനെ ഡ്രോപ്പ് ചെയ്യാൻ പോയത്? അവന് നീ ജംഗ്ഷനിൽ ഇറക്കി വിട്ടിരുന്നെങ്കിൽ അവനൊരു ഓട്ടോ പിടിച്ച് വീട്ടിൽ പോവില്ലേ? അത് ശരിയല്ലോ ചേച്ചി. അവൻ കൃത്യസമയത്ത് ഇടപെട്ടില്ലെങ്കിൽ നമ്മുടെ മോളുടെ അവസ്ഥ എന്താവുമായിരുന്നു? അതുമല്ല, അപകടത്തിൽ അവന് ഒരുപാട് പൊള്ളലേറ്റതല്ലേ. അപ്പോ വഴി വിട്ടിട്ട് വരുന്നത് ശരിയല്ലല്ലോ. മനഃപൂർവ്വം ഒരു ഫയർ ആക്സിഡന്റ് ഉണ്ടാക്കി ഋതികയെ രക്ഷപ്പെടുത്തി പ്രീതി നേടാൻ വേണ്ടി അവൻ ചെയ്തതാന്നാ എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ അവിടെ ഒരു ഫയർ ആക്സിഡന്റ് ഉണ്ടാവുക, എന്നിട്ട് അവൻ തന്നെ പോയി ഋതികയെ രക്ഷപ്പെടുത്തുക. എടാ, ഇതിലൊക്കെ എന്തൊക്കെയോ ദുരൂഹതയില്ലേ? ഇല്ല, ഒരിക്കലുമില്ല. ഈ കുട്ടിക്ക് ശനിയുടെ അപഹാരമാണ് ഇപ്പൊ ജാതകത്തിൽ. അല്ല, നീ എന്തിനാ ജോത്സിനെയൊക്കെ ഇപ്പൊ വിളിച്ചു വരുത്തിയേ? ഋതികയുടെ ജീവിതത്തിൽ ഇപ്പൊ കുറെ നാളായിട്ട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയല്ലേ. ഋതികയുടെ ജാതകം നോക്കാൻ വേണ്ടി ഞാൻ ജോൾസിനെ കാണാൻ വേണ്ടി പോയി. അപ്പൊ വഴി വെച്ച് ജോൾസിനെ കണ്ടു. എന്റെ കൂടെ വരാമെന്ന് ജോൾസ്യം പറഞ്ഞു, ഇങ്ങോട്ട് പോന്നു.